ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ പി വി തോമസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പി വി തോമസ്, ജമ്മു കാശ്മീരിൽ ഒടുവിൽ 10 വർഷത്തിന് ശേഷം കോടതി ഇടപെടലിനൊക്കെ തുടർന്നാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് 3 ഘട്ടങ്ങളിലായി. പിന്നീട് ഹരിയാന കൂടിയുണ്ട്. പക്ഷേ മഹാരാഷ്ട്രയും ജാർഖണ്ഡും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുമൊക്കെ തീയതി പ്രഖ്യാപിച്ചിട്ടുമില്ല. ഈ പുതിയ സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്? അതായത് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണ്. കാരണം അത് കാശ്മീരിൽ ജനാധിപത്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അവസാനം സുപ്രീം കോടതിയുടെ ഇടപെടലിന് ശേഷമാണ് ഇപ്പം അവിടെ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒക്ടോബറിൽ നടത്തണമെന്ന് പറയുകയും ചെയ്യുണ്ടായി സുപ്രീം കോടതി. അപ്പോൾ അതിന്റെ പേരിലാണ് എടുത്തിരിക്കുന്നത്. അത് ഏതായാലും സ്വാഗതാർഹമാണ്. ഈ പുതിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് BJP നേരിട്ട വലിയ പ്രതിസന്ധിക്ക് ശേഷം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ്, മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള തിരിച്ചടികളുടെ പല രൂപങ്ങളും നാം കാണുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം BJP കേന്ദ്രങ്ങളെയും ഒപ്പം കോൺഗ്രസിനെയും ഒക്കെ ഏത് തരത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ വീക്ഷണം പുരോഗമിക്കുക? പ്രത്യേകിച്ച് ഹരിയാനയെ സംബന്ധിച്ചും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചും. ജമ്മു കാശ്മീരിൽ ഒരുപക്ഷെ ദേശീയ പാർട്ടികൾക്ക് വലിയ സ്വാധീനമില്ല എങ്കിൽ പോലും BJP സംബന്ധിച്ചിടത്തോളം ഹരിയാന അവർ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവർക്ക് നിലനിർത്തേണ്ടതും ആവശ്യമുണ്ട്. അതുകൊണ്ട് വളരെ ജാഗരൂകരായിരിക്കും അവർ, എന്നൊരു സംശയമില്ല. അതുപോലെ കാശ്മീര് അവരെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചാണ്. അവരുടെ ഒരു പോളിസിക്ക് ഏറ്റുന്ന റഫറൻഡമാണ്, ഹിതപരിശോധനയാണ്, ജനങ്ങളുടെ ഹിതപരിശോധനയാണ് അവിടെ നടക്കുന്നത്. എന്തായിരുന്നു ആർട്ടിക്കിൾ 370 അതുപോലെ ആ സംസ്ഥാനങ്ങളിലെ ഇല്ലാതെ അങ്ങോട്ടും വിഭജിച്ചതും എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യുകയാണ്. അതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തില് നാഴികക്കല്ലുകളാണ് വരാൻ പോകുന്ന ഇലക്ഷന്റെ റിസൾട്ട്. നമുക്ക് നോക്കാം എന്താണ് ജനങ്ങൾ ഇതാണ് നോക്കിയിരിക്കുന്നത്. ജനാധിപത്യ വിശ്വാസികളായ രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാവരും നോക്കിയിരിക്കുന്നതാണ്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഇപ്പോൾ PDPയും അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസും ഇത് രണ്ടും BJP വിരുദ്ധമായ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു രാഷ്ട്രീയമാണ് അവിടെ മുമ്പോട്ട് വെക്കുന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താങ്കൾ കാണുന്ന ചില അട്ടിമറികൾ ഉണ്ടെങ്കിൽ, സാധ്യതകൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലാണ്? പക്ഷെ അവർ തമ്മിൽ ഒത്തുചേരുന്നില്ലല്ലോ. ഒത്തുചേരില്ല. അവിടെ ഒരു സതീഷ് കോണ മത്സരമാണ് നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഗുലാം നബി ആസാദ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, പിന്നെ അങ്ങനെ ഇവരുണ്ട്. 2 റീജിയണൽ പാർട്ടികളുണ്ട് കാശ്മീർ ഭരിച്ചവര്. അപ്പൊ ഇവരെല്ലാം കോൺഗ്രസ് ഒക്കെ ഭരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടികൾ വരുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കാതെ നിൽക്കുമ്പോൾ BJP ഉണ്ട്. BJPക്ക് അത് ഗുണകരമായിട്ട് വരുവാനാണ് സാധ്യത. പക്ഷേ എങ്ങനെയായിരിക്കാം ജനങ്ങളുടെ വികാരം എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം പറയാനൊക്കെയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഒക്ടോബർ 4 തോന്നുന്നു. അപ്പോൾ അതിനുശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഏതായാലും എന്നെ സംബന്ധിച്ചുള്ള എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിധിയാണ്, റഫറൻഡമാണ്, ഹിതപരിശോധനയാണ്. 370യുടെയും അതുപോലെ തന്നെ കാശ്മീരിൽ അതായത് അമിത്ഷയുടെ, പ്രത്യേകിച്ച് അമിത്ഷയുടെ, അതായത് ഈ BJPയുടെ കാശ്മീരിനോടുള്ള സമീപനം ഏത് തരത്തിലാണ്, ജനങ്ങളുടെ രോഷം എന്നുള്ളത് ബോധ്യമാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ കാണാം അല്ലേ? പക്ഷേ ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഗുലാം നബി ആസാദിന്റെ കൂടി ഒരു പ്രവർത്തന മേഖല അവിടേക്ക് വലുതായി വിന്യസിക്കുകയാണ് എങ്കിൽ ഈ വോട്ടുകൾ ഭിന്നിച്ചു പോകാനും ഈ പ്രതിഷേധങ്ങൾ ആ അർത്ഥത്തിൽ അടയാളപ്പെടുത്താനും സാധിക്കാതെ പോകില്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ആ പ്രതിഷേധത്തിന് അർത്ഥമുണ്ടാകാത്ത രീതിയിലുള്ള ഒരു പോരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അവരെ സംബന്ധിച്ചിടത്തോളം ഗുലാം നബിയൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഗുലാം നബിയൊക്കെ ദേശീയ വീക്ഷണമുള്ള ആൾക്കാരായിരിക്കണം. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. അതൊന്നും മനസ്സിലാക്കാതെ, രാഷ്ട്രീയത്തിന്റെ പ്രസക്തി മനസ്സിലാക്കാതെ ഗുലാം നബിയൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ, പക്ഷേ അത്തരത്തിൽ ഗുലാം നബിക്ക് ഇനി പ്രവർത്തിക്കാനാകുമോ എന്നുള്ളതാണ് ഒരുപക്ഷെ ടൂൾ ആകാനുള്ള സാധ്യത. നേരത്തെ ഒവൈസി ഒക്കെ പറഞ്ഞതുപോലെ ഉള്ള സാധ്യതകളൊക്കെ കൽപ്പിക്കപ്പെടുന്നുണ്ട് ഒരു കോണുകൾ. എന്തായിരുന്നാലും PV തോമസ് ആണ് വിവരങ്ങൾ ഇതേ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ നൽകിയത്.